നീയാ എനിക്ക് എന്താ വേണ്ട വെച്ച് നീ എന്തിനാ എന്റെ പുറകെ കിടക്കുന്നേ? എന്നാ ഞാൻ കൂടെ നടക്കാം. എനിക്ക് നിന്റെ കൂടെ താല്പര്യമില്ലെങ്കിലോ? ചേടാ നിന്റെ താല്പര്യം നോക്കിട്ടാണ് നിന്റെ പുറകെ നടക്കുന്നത്. എന്റെ പുറകെ കിടന്നിട്ട് ഒരു കാര്യമില്ല. സഹോദരി ചെല്ല്. സഹോദരിയാ? സഹോദരി എന്നൊന്ന് വിളിച്ച് കളയല് എനിക്ക് അതും കൂടി താങ്ങാൻ വയ്യ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എടാ ഞാൻ 5ാം ക്ലാസ് മുതൽ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഒന്ന് എന്നെ പരിഗണിച്ചുകൂടെടാ? എനിക്ക് എന്താ കുഴപ്പം? നല്ല ലുക്കില്ലേ, ആവശ്യത്തിന് അധികം എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ, പിന്നെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്വത്ത് വീട്ടിലുണ്ട്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ പറയില്ലടാ. ഒന്നില്ലെങ്കിൽ നീ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഷെഫ് ആയതുകൊണ്ടല്ലേ ഞാനും അതിന് പോയത്. എന്നിട്ട് നിനക്ക് ജോലിയുണ്ടോ? ജോലിയില്ല. ജോലി കിട്ടും, നല്ല ഓഫറൊക്കെ വരുമ്പോ ജോലി കിട്ടും. എന്നാലേ എന്റെ പുറകെ നടക്കാൻ ആദ്യം പോയി നല്ലൊരു ജോലി വാങ്ങാൻ നോക്ക്. ശരി, ഞാൻ ജോലി വാങ്ങിച്ച് എന്നെ പ്രേമിക്കൂ? ഇല്ല. ശരി, പ്രേമിക്കണ്ട, എന്നെ ബെസ്റ്റ് ആയിട്ട് കണ്ടൂടെ? ബെസ്റ്റിയാ? ഇവിടെ മനുഷ്യൻ നിന്നിരുന്ന സമയമില്ല, അപ്പോഴാ ബെസ്റ്റ് കളിക്കാനുള്ള സമയം പറയുന്നത്. ബെസ്റ്റിയും പ്രേമിക്കാൻ എന്നെ കിട്ടില്ല. ഇതെന്താണ് ഒന്നുമില്ലായ്മ പോലെ? എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അതൊന്നും തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂല. നീ വീട്ടിൽ ചെല്ല്. തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. എനിക്ക് നിന്റെ അച്ഛന്റെ നമ്പർ ഉണ്ടെന്നാ തോന്നുന്നു, വിളിച്ചാലോ? അയ്യോ, അച്ഛനെ വിളിക്കരുത്, അച്ഛനെ വിളിക്കരുത്. നീ ചെല്ല് 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 ചെല്ല്. ഞാൻ വീണ്ടും വരുവേ. കല്ലവിടെ ഇവളാ ഞാൻ. കുടിച്ചോക്കെ എങ്ങനെയുണ്ട്? എനിക്കില്ലേ? എന്നാ നീ കുടിച്ചോ. എങ്ങനെയുണ്ട്? ഇതിൽ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൂടെ? ഇപ്പൊ നാരങ്ങ വെള്ളം എന്തെങ്കിലും പറയായിരുന്നു. നാരങ്ങ വെള്ളം ആയി കഴിഞ്ഞാൽ നാരങ്ങ വെച്ചാൽ നാരങ്ങ വെള്ളം ആവില്ലേ? ഇത് പഞ്ചസാര വെച്ചാലേ നൊസ്റ്റാൾജിക് ആയിട്ട് വരുള്ളൂ. ഇത് ഞാൻ പണ്ട് കുറെ കലക്കി പിടിച്ചിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാലേ പഞ്ചസാര ഇട്ട് എടുത്തതിന് അമ്മനെ ഓടിച്ചിട്ട് തല്ലാറുണ്ട്. എന്നാലേ അമ്മ ഇതറിഞ്ഞാൽ ചിലപ്പോ അപ്പച്ചീനെ ഓടിച്ച് തല്ലും. പിന്നെ നിന്റെ അമ്മ ഇങ്ങനെ ഓടിക്കാൻ വാ, ഞാൻ നിന്ന് കൊടുക്കാം. വേണ കുറച്ചുകൂടി പഞ്ചാര എടുത്തേ. വേണ്ട 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 വേണ്ട. കുടിച്ചോ കുടിച്ചോ. എന്താണ് ഇവിടെ? ആ ഇപ്പം കിട്ടും. എന്ത് അമ്മ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര വെള്ളം കലക്കിയിട്ട് പഞ്ചസാര മൊത്തം തീർത്ത്. പഞ്ചസാര തീർത്തിട്ടൊന്നുമില്ല ചേച്ചി. നോക്കട്ടെ, ഞാനൊന്ന് കുടിച്ചോട്ടെ. എടുത്തോടി. ഇതിന് ഒട്ടും മധുരമില്ലല്ലോ സദ്യ. ആ ചേച്ചി ചീത്ത പറയുന്ന വിചാരിച്ചിട്ടേ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടുള്ളൂ. കുറച്ചുകൂടി ഇടാല്ലേ? പിന്നെ അല്ലാണ്ട് അങ്ങോട്ട് ഇടുക. പഞ്ചസാര തീർന്ന കടയിൽ നിന്ന് മേടിച്ചൂടെ? അല്ല പിന്നെ ഇതെന്താ അമ്മയ്ക്ക് നൊസ്റ്റു അടിച്ച പഞ്ചസാര വെള്ളം കുടിച്ചപ്പോ? നീ ഇടടി. എനിക്ക് സന്തോഷം വരുമ്പോണ്ടല്ലോ നല്ലോണം മധുരം കഴിക്കാൻ തോന്നും. നല്ലോണം ഇട്ട് കലക്കുക. നോക്കട്ടെ, ഇനി നോക്കട്ടെ നോക്കട്ടെ. കൈയൊക്കെ എന്തേ വറക്കുന്നത് എനിക്ക്? ഇപ്പൊ സൂപ്പറായി. ഇങ്ങനെയാ കുടിക്കണ്ട. അപ്പൊ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സന്തോഷം ഉണ്ടല്ലോ. അതുണ്ട്. എന്താണ്? അതെ, എന്റെ അമ്മയ്ക്ക് വല്ല പണിയും കൊടുത്തതാണ്. അതൊന്നല്ല. പക്ഷെ ഈ സന്തോഷത്തിന് കാരണം നിന്റെ അമ്മയാ. അതെന്ത് കാരണം? അതൊരു കാരണം. അതിലടി നമ്മുടെ വടക്കേപ്പറമ്പിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന രമേശനില്ലേ, അവന്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ലല്ലോ, കാറൊന്നും കേറത്തില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ എന്നാ കുറച്ച് വഴി കൊടുക്ക, സ്ഥലം വീതിയാക്കാൻ വേണ്ടിട്ട്. അച്ഛമ്മ അമ്മ സമ്മതിച്ചു. നല്ല പൈസ കിട്ടൂലോ. അത് കിട്ടും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ കാര്യം. അല്ല സരിത്തെ, അത് ഒരു ഉപകാരത്തിന് കൊടുക്കുന്നതല്ലേ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കണം. ഞാൻ അമ്മയുടെ മോളല്ലേ, ഈ സ്വത്തിന് എനിക്ക് കൂടി അവകാശമില്ലേ? ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഇവിടെ ഈ കാര്യം നടക്കണത്. എന്നാലേ ഞാൻ അച്ഛമ്മേന്റെ മോന്റെ മോനാ, അപ്പൊ എനിക്കും ഈ സ്വത്തിന്റെ കാര്യത്തിൽ അവകാശമുണ്ട്. നീ പോയി ഇപ്പൊ സ്കൂളിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ മൊട്ടേന്ന് കഴിഞ്ഞില്ല സ്വത്തിന് ചോദിച്ചു വന്നേക്കണത്. ഇത് ഞാൻ ശരിയാക്കി തരും. ഈ സരിത ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ കച്ചവടം നടക്കില്ല. നീ ജീവനോടെ ഇരുന്നാലല്ലേ നിന്നെ ഞാൻ തല്ലിക്കൊന്നാലോ? ആരാ ജീവനോടെ ഇരിക്കുമെന്ന് കാണാം, നമുക്ക് കാണാം. ഒരു പഞ്ചസാര വെള്ളം ഉള്ള പഞ്ചസാര തെച്ചും തീർത്തിട്ട് ഇത്ര നേരം ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണല്ലോ പറഞ്ഞേ. ഇപ്പൊ എനിക്ക് അത്ര സന്തോഷമില്ല. അപ്പൊ മതിച്ചേച്ചി, അമ്മയ്ക്ക് കുറച്ച് മുളക് പൊടി കൊടുത്താലോ? കാരണം ദേശത്തിന് എരിവ് ഏറ്റവും ബെസ്റ്റ്. അതെ അല്ലേ? എന്നിട്ട് വേണം നിന്റെ മുളക് പൊടി ഇടാൻ.
ഇവിടെ ഇത് കുടിക്കി പഞ്ചസാര വെള്ളം. എനിക്ക് വേണ്ടത്